വടക്കൻ കേരളത്തിൽ വള്ളുവനാടിൻ്റെ നാടോടി കഥകളിൽ ഒരു അമാനുഷിക കഥാപാത്രമുണ്ട്. മർമ്മവിദ്യയിലും മന്ത്രവിദ്യയിലും അഗ്രഗണ്യരായ അവരെ അവിടുത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത് ഒടിയന്മാർ എന്നായിരുന്നു. ആരായിരുന്നു ഒടിയന്മാർ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കാലത്ത് വടക്കൻ കേരളത്തിലെ പേടി സ്വപ്നമായിരുന്ന അവരുടെ കഥയാണ്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാബ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും നാർണിയ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായിട്ടുള്ള ഒരു ജീവിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ജീവിയായിരുന്നു ഒടിയൻ. ഒടിയൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു കഥ. ആ കഥയിൽ പകയുടെ ചൂടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ജന്മിമാർ കീഴാളന്മാരെ വളരെയധികം പീഡിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, അവരുടെ സ്ത്രീകളെ ജന്മിമാർ ഉപദ്രവിക്കുകയും ചെയ്തു. അക്കാലത്ത് ഇതൊക്കെ സഹിക്കുകയല്ലാതെ കീഴാളന്മാർക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരുന്നു, എങ്ങനെയെങ്കിലും ജന്മിമാരോട് പകരം വീട്ടണം. അക്കാലത്ത് പാണന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു. അയാൾ മണ്ണ് കുഴച്ച് തൻ്റേതായ രീതിയിൽ ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ആ രൂപത്തെ തീയിൽ ചുട്ടെടുത്തു. ആ രൂപത്തെ അയാൾ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആ ദൈവത്തെ അയാൾ വിളിച്ചത് കരിങ്കുട്ടി എന്നായിരുന്നു. നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് കരിങ്കുട്ടി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്താണ് ആവശ്യമെന്ന് കരിങ്കുട്ടി ചോദിച്ചു. എൻ്റെ തലമുറയെ കാലാകാലങ്ങളായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജന്മിമാരെ കൊല്ലണം എന്ന് പാണൻ കരിങ്കുട്ടിയോട് ആവശ്യപ്പെട്ടു. അത് തനിക്ക് സാധ്യമല്ലെന്നും, പക്ഷേ ഞാനൊരു മന്ത്രക്കൂട്ട് നിനക്ക് പറഞ്ഞുതരാം. ആ എണ്ണ ഉപയോഗിച്ച് നിനക്ക് ഏത് രൂപത്തിലേക്ക് മാറാൻ കഴിയും, അതുവഴി നിൻ്റെ പക തീർക്കാനായിട്ട് സാധിക്കുമെന്ന് കരിങ്കുട്ടി പാണന് വാക്കുകൊടുത്തു. പക്ഷേ ആ എണ്ണ ഉണ്ടാക്കുന്നതിനുള്ള രഹസ്യ കൂട്ട് കേട്ട പാണൻ ഞെട്ടിപ്പോയി. ഏത് വിധേനയും അത് സംഘടിപ്പിക്കാനായിട്ട് പാണൻ നിർബന്ധിതനായി. ആ കൂട്ടിൻ്റെ നിർമ്മാണം വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതായത്, ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊന്ന് അവളുടെ വയറ്റിലുള്ള കുട്ടിയെ എടുത്ത് ആ കുട്ടിയുടെ മൃതശരീരം ഒരുപാട് ദിവസത്തേക്ക് തൂക്കിയിടണം. ആ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം ദ്രാവകം ഉപയോഗിച്ചിട്ടാണ് ആ എണ്ണ തയ്യാറാക്കേണ്ടിയിരുന്നത്. തൻ്റെ തലമുറയ്ക്കായി എല്ലാം ത്യജിക്കാൻ പാണൻ തയ്യാറാവും. അദ്ദേഹം അങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിനെ സംഘടിപ്പിച്ച് ആ കുട്ടിയുടെ മൃതശരീരം കെട്ടിത്തൂക്കുന്നു. അതിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള നെയ്യുണ്ടാവുകയും ആ നെയ്യും ചില പച്ച മരുന്നുകൾ ഉപയോഗിച്ച് അയാൾ ആ മാന്ത്രിക എണ്ണ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നീട് വീണ്ടും അയാൾ കരിങ്കുട്ടിയെ ഉപാസിക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം അയാൾ പൂർണ്ണ നഗ്നനായി ഈ മാന്ത്രിക കൂട്ട് അയാളുടെ ചെവിയുടെ പിറകിൽ പുരട്ടുന്നു. അതോടുകൂടി അയാൾക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളുടെ രൂപത്തിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നു. പ്രപഞ്ചത്തിലെ തന്നെ ആദ്യ ഒടിയൻ്റെ സൃഷ്ടി ഇങ്ങനെയായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് മാറിയ ഒടിയൻ ഇരുട്ടിൻ്റെ മറവിൽ ജന്മിയെയും കാത്തുനിന്നു. അതുവഴി വന്ന ജന്മിയെ ആക്രമിച്ച് കൊന്ന് അവൻ്റെ പകയവൻ തീർത്തു. പക്ഷെ അവിടെ കൊണ്ടും തീർന്നില്ല. നിരവധി ജന്മിമാരെ ഇങ്ങനെ അവൻ കൊല്ലാനായിട്ട് തുടങ്ങി. പിന്നീട് അത് അവനൊരു വിനോദമായിട്ട് മാറി. ആദ്യകാലത്ത് ജനങ്ങൾക്ക് ഉപകാരിയായിരുന്ന ഒടിയൻ പിന്നീട് ജനങ്ങളുടെ പേടി സ്വപ്നമായിട്ട് മാറി. ജനങ്ങൾ പിന്നീട് രാത്രി പുറത്തിറങ്ങാതെയായി. ഒടിയൻ സാധാരണക്കാരെ കൊല്ലുന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ആദ്യമായി അയാൾ ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ രൂപത്തിലേക്ക് മാറി. പൂർണ്ണമായിട്ടും ആ മൃഗമായിട്ട് മാറാനുള്ള കഴിവ് ആ മരുന്നിനില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ആ മൃഗത്തിലുണ്ടാവും. വളരെ നിരീക്ഷണ പാഠവുമുള്ള ഒരാൾക്ക് അത് ഒടിയനാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ശത്രുവിൻ്റെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ആ മൃഗത്തിന് പെട്ടെന്ന് അപ്രത്യക്ഷനാവാൻ സാധിക്കും. അതുമാത്രമല്ല, ഒടിയൻ്റെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ദണ്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അയാൾ കഴുത്തിൽ മുറുക്കുകയും എല്ല് ഒടിക്കുകയും ചെയ്യും. അക്കാലത്ത് ഒടിയൻ്റെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട നിരവധി പേരുടെ മൃതശരീരങ്ങൾ പരിശോധിച്ചപ്പോഴും എല്ല് ഒടിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗക്കാരെ പിൽക്കാലത്ത് ഒടിയൻ എന്ന് പേരിട്ട് വിളിച്ചതും അവരുടെ ഈ അമാനുഷികമായ കഴിവിനെ ഒടിവിദ്യ എന്ന് വിളിച്ചത്. പിന്നീട് ഈ ഒരു കഥാപാത്രത്തിൻ്റെ കഥകൾ വള്ളുവനാട്ടിൽ മുഴുവൻ പ്രചരിക്കാൻ തുടങ്ങി. വള്ളുവനാട്ടിൽ മാത്രമല്ല, ഇങ്ങ് തെക്കൻ കേരളത്തിലും ആ കഥ പ്രചരിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന പലരും രാത്രി യാത്ര എന്നേക്കുമായി ഉപേക്ഷിച്ചു. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ബ്രാഹ്മണൻ വടക്കൻ കേരളത്തിലൂടെ ഒരു യാത്ര പോയി. കാളവണ്ടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. ഒരുപാട് ദൂരം പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയുടെ പിറകിലായി 2 കാളകൾ വളരെ വേഗത്തിൽ ഓടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
അതീവ നിരീക്ഷണ പാഠവുമുള്ള ആ മന്ത്രവാദി ഒരു കാര്യം മനസ്സിലാക്കി, ഇത് മൃഗങ്ങളാണ്. കാരണം അവയുടെ രൂപം സാധാരണ മൃഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. അവയ്ക്ക് വളരെയധികം വേഗതയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് കാളവണ്ടിയിൽ നിന്നിറങ്ങി ചില മന്ത്രവിദ്യകൾ പ്രയോഗിച്ചു. ആ മൃഗങ്ങളെ രണ്ടിനെയും ഒരു കളത്തിലാക്കി അവയെ ബന്ധിച്ചു നിർത്തി. അവയുടെ ചെവിക്ക് പുറകിലുള്ള തൈലം തുടച്ചു കളഞ്ഞപ്പോഴാണ് നഗ്നരായ 2 മനുഷ്യരെ ആ മന്ത്രവാദിക്ക് കാണാൻ കഴിഞ്ഞത്. അതോടുകൂടിയാണ് ഒടിയന്മാർ സത്യമാണ് എന്ന കഥ ആ നാട്ടുകാർ അറിയുന്നത്. ഒടിയന്മാർ ഒടിവിദ്യ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യമായി അവർ ദേഹശുദ്ധി വരുത്തും, പിന്നീട് പൂർണ്ണ നഗ്നരായി മാറി ഈ ഒരു ദ്രാവകം, അതായത് ഈ ഒരു എണ്ണ അവരുടെ ചെവിക്ക് പിറകിൽ പുരട്ടി ചില മന്ത്രങ്ങൾ ചൊല്ലും. എന്നിട്ട് ഏത് ജീവിയായി മാറാൻ ആഗ്രഹിക്കുന്നോ ആ ജീവിയിലേക്ക് അവർ മാറും. ഒരു നാട്ടിലെ മുക്കും മൂലയും അവർക്ക് കാണാപാഠമായിരുന്നു. വളരെ വേഗത്തിൽ ഓടുവാനും അപ്രത്യക്ഷനാവാനും മരങ്ങളിലൊക്കെ ചാടിക്കയറാനും ഒക്കെ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. ശരിക്കും ഇത്തരം കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും മിഥ്യയാണ്. എന്നാൽ ഇന്നും മലപ്പുറം പാലക്കാട് താമസിക്കുന്ന പുതിയ തലമുറയോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ അപ്പൂപ്പനും അതിന് പിന്നോട്ടുള്ളവരുമൊക്കെ ഒടിയന്മാരെ കണ്ട കഥ. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അവിശ്വസനീയമായ പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.